അങ്ങനെ ഇരുന്നുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എനിക്ക് റിക്കവർ ആവാൻ പറ്റി. ഇനി അടുത്ത സെക്ഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്ക് ഈ തണുത്ത കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളെല്ലാം മാനേജ് ചെയ്യണമല്ലോ. നമുക്കങ്ങനെ ഇത് പറ്റില്ല അത് പറ്റില്ല എന്നൊന്നും പറഞ്ഞിരുന്നു നടക്കൂലല്ലോ നമ്മളെ കാര്യങ്ങളൊക്കെ, അല്ലേ? നാട്ടിലാണെങ്കിൽ നല്ല ചൂടുള്ള സമയം ഉണ്ടായിരിക്കും. എനിക്ക് ചൂട് പറ്റില്ല, വെയിലത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവോ? ഇത് നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഒരു മരം നിൽക്കുന്നുണ്ടോ? ശരിക്കും നമുക്ക് തോന്നും അതിനകത്ത് നിറയെ പഴങ്ങൾ പഴുത്ത് കിടക്കുവാണോ, മീൻസ് അല്ലെങ്കിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുവാണോ എന്നൊക്കെ തോന്നും. ഇലകളൊക്കെ പഴുത്ത് കൊഴിഞ്ഞ് വീഴുകയാണ്. ഇനിയെല്ലാം കൊഴിഞ്ഞ് അവസാനം അതിൻ്റെ കമ്പുകൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് എനിക്ക് കുറച്ച് വിഷമം തോന്നുന്ന കാഴ്ചയാണ്. ഇനിയൊരു കാര്യം കൂടി പറഞ്ഞാൽ കുറച്ച് നാളും കൂടി ഉള്ളൂ ഞാനിവിടെ ഈ സ്ഥലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോഴ്സ് കഴിയും. ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ടി വരും. ഇവിടെ സമയമൊന്നും അത്ര ആയിട്ടില്ല, 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താണ് അല്ല ചന്ദ്രനൊക്കെ വന്നു. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റോഡ് ക്രോസ് ചെയ്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് എത്താറായി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് മടുക്കാത്ത എന്താ വെച്ചാൽ എനിക്ക് അധികം പുറത്തു പോയി എൻജോയ് ചെയ്യാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. എന്നാലും എനിക്ക് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. ഇവിടെ വിട്ടുപോകാൻ എനിക്കൊരിത്തിരി വിഷമമൊക്കെ തോന്നും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിറ്റുവേഷൻസും നമ്മൾ മാനേജ് ചെയ്ത് തരണം ചെയ്ത് പോകണമല്ലോ. ലൈഫിൽ പല പല ചലഞ്ചസ് വരും, അതൊക്കെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ കുറച്ച് നാളും കൂടി ഉള്ളൂ